അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്കെല്ലാം അറഫയുടെ നോമ്പാണല്ലോ. അള്ളാഹു നമ്മുടെ നോമ്പും മറ്റു ആരാധനകളുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നാളെ പെരുന്നാളാണ്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഉദ്ഹിയ്യയുമായി ബന്ധപ്പെടും. ആ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മസലയുണ്ട്. അത് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഉദ്ഹിയ്യത്തിൻ്റെ മൃഗം ന്യൂനതയില്ലാത്ത, ഒരു കുറ്റവും കുറവുമില്ലാത്ത മൃഗമായിരിക്കണം. അങ്ങനെയുള്ള മൃഗത്തെ തന്നെയാണ് നാം സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ മൃഗത്തെ നാം അറവ് ചെയ്യാൻ വേണ്ടി തള്ളിയിടുന്ന സാഹചര്യത്തിൽ അറുക്കാൻ വേണ്ടിയിട്ട് ഒരു പോത്തും അല്ലെങ്കിൽ ഒരു മൃഗവും നിന്നു തരില്ല. അതിനെ മറിച്ചിട്ട് ചരിച്ച് കടത്തിയാൽ മാത്രമേ അറവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇരിക്കെ നമ്മൾ എന്ത് ചെയ്യലുണ്ട്? രണ്ട് കൈയും രണ്ട് കാലൊക്കെ പിടിച്ച് വലിച്ച് ഇറുക്കി കെട്ടിയിട്ട് തള്ളിയിടലുണ്ട്. മാരകമായ രീതിയിൽ ഉദ്ഹിയ്യത്തിന്റെ അല്ലാത്ത മൃഗത്തെ അറവ് ചെയ്യുമ്പോൾ മാരകമായ രീതിയിൽ അതിനെ പൊട്ടലോ എന്തെങ്കിലും ചുറ്റലോ കൊണ്ടായാലും വിഷയമില്ല. നേരെ മറിച്ച് ഉദ്ഹിയ്യത്ത് ആരാധനയാണ്. ആ ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ മൃഗത്തിന് ന്യൂനതയുണ്ടായാൽ, അഥവാ തള്ളിവിടുന്ന സാഹചര്യത്തിൽ എല്ല് പൊട്ടിപ്പോയി, മുടന്ത് സംഭവിച്ചു പോയി, ഇമ്മത്തുകളോടെന്ന് പറയുന്നത് കാണാം, അതിനെ ജീവിതത്തിലേക്ക് തിരിച്ചുവിട്ടാൽ മറ്റു മൃഗങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു മുടന്ത് ഇതിന് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, കൂടെ എത്താൻ സാധിക്കുന്നില്ലാത്ത ഒരു ബുദ്ധിമുട്ട് ഇതിന് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ മൃഗത്തെ പിന്നെ ഉദ്ഹിയ്യത്തിന് പറ്റില്ല. ഉദ്ഹിയ്യത്തിന്റെ മൃഗമായിരുന്നു, ഉദ്ഹിയ്യത്ത് അറവ് ചെയ്യാൻ വേണ്ടി കിടത്തിയതായിരുന്നു. പക്ഷേ വലിച്ചിടുന്ന സാഹചര്യത്തിൽ അതിന് മാരകമായ പരിക്ക് പറ്റിയാൽ ആ മൃഗം ഉദ്ഹിയ്യത്തിന് പറ്റില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആദരവോടെ, ബഹുമാനത്തോടെ ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ ഒരു ഉമ്മയുടെ അടുക്കലേക്ക് നമ്മൾ എടുത്ത് വെച്ചു കൊടുക്കുന്നത്, അതുപോലെ മൃഗത്തെ കഴിവിൻ്റെ പരമാവധി സംയമനത്തോടെ, ഒരു മൃദു സമീപനത്തോടെ കൂടി ആ മൃഗത്തോട് പെരുമാറണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാത്ത പക്ഷം ചിലപ്പോൾ നമുക്ക് ആ ഉദ്ഹിയ്യത്ത് അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഉദ്ഹിയ്യത്ത് പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്.